നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു എഗ് ഡിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ ഓംലെറ്റ് ഒക്കെ ചെയ്തെടുക്കുന്ന അതേ ഒരു രീതിയിലാണ്, പക്ഷെ ആ ഒരു വേ ഓഫ് മേക്കിങ്ങിലുള്ള ഒരു ഡിഫറൻസ് അത് തന്നെയാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂട്ടുകയും ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇതിനെ വേണമെങ്കിൽ എഗ് മഫിന്നോ അല്ലെങ്കിൽ എഗ് പനിയാരം എന്നൊക്കെ പറയാൻ പറ്റും. എന്തായാലും ഇത് കഴിച്ചു നോക്കുമ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുവരാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് രുചികരം ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഈ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള 4 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഓണിയൻ എടുത്തിട്ട് അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു. പിന്നെ ക്യാരറ്റ് വേണം, ഒരു ചെറിയ ക്യാരറ്റാണ്, അത് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. നമുക്ക് ആവശ്യം നോക്കിയിട്ട് എത്രയാണെന്ന് വെച്ചാൽ ഇട്ടാൽ മതി. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഏതാണ്ട് ഒരു 1/4 കപ്പ് വരെ എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയില, 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എടുത്തു വച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുരുമുളക് പൊടി, എരിവിന് വേണ്ടി ഞാനിവിടെ കുരുമുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പച്ചമുളകിൻ്റെ ഇത് ഉണ്ടാവും. അതുകൊണ്ട് ഞാനിപ്പോൾ കുരുമുളക് മാത്രമാണ് ചേർക്കുന്നത്. ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. ഇനി നമ്മൾ ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനിതിപ്പം ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യം നോക്കിയിട്ട് എത്ര വേണമെന്നുള്ളത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളത്ര ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തേങ്ങ ഇത്രയും ചേർത്ത് ഇനി ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാണ്. ഇതിൽ നമുക്ക് ശരിക്കും ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്യാരറ്റ് പോലെ തന്നെ വേറെ ക്യാബേജോ അങ്ങനെ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് മല്ലിയില കുറച്ച് ചേർത്ത് കൊടുക്കാം. മല്ലിയില ഒന്നും എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർക്കാം അതിന് പകരമായിട്ട്. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ സ്റ്റവിൽ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാനാണിത്. ഇപ്പം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് അതിന് ചുറ്റും ഒന്ന് സ്പ്രെഡ് ആക്കാം. ഒരുപാട് വെളിച്ചെണ്ണയുടെ ഒന്നും ആവശ്യമില്ല ശരിക്കും. നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ശരിക്കും നമ്മൾ ഈ മുട്ട ഒഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു 3/4 ഭാഗം ഒഴിച്ചാൽ മതി. ബാക്കി അതിങ്ങനെ പൊന്തി വരും. അപ്പോൾ ഇപ്പോൾ ഇത് നമുക്ക് മുകളിൽ കണ്ടാൽ അറിയാം, നമ്മൾ സാധാരണ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. പിന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കണം. ഒരു ഭാഗത്തുനിന്നൊന്ന് നമ്മൾ ഉണ്ണിയപ്പം ഒക്കെ ചെയ്യുന്ന അതുപോലെ തന്നെ ഒരു ഭാഗത്തുനിന്നൊന്ന് പതുക്കെ ആക്കിയിട്ട് സൈഡിലോട്ട് ആക്കി കൊടുത്താൽ മതി. ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മറ്റേ ഭാഗം ഒന്ന് ആയി വരണം. അപ്പോൾ ഇപ്പം ഇത് ഏകദേശം ആവേണ്ട ഒരു സമയമായിട്ടുണ്ട്. ഇതാണ് സംഭവം. അപ്പം നമുക്കിത് ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം എല്ലാം എടുത്തിട്ട്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മഫിൻ എന്ന് പറയാം, അല്ലെങ്കിൽ പനിയാരം എന്നൊക്കെ പറയാം. ഇത് ശരിക്കും നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു ഡൗട്ട് വരും, ഇത് എഗ് റെസിപ്പി തന്നെയാണോ, എന്താ സംഭവം എന്ന് അറിയാനൊരു ആകാംക്ഷ വരും. ശരിക്കും നല്ലൊരു പഫി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് ഇതിന്, നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ അത് ഒന്ന് നമ്മളിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ തന്നെ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കണം. അടുത്ത റെസിപ്പിയുമായി കാണുന്നവരെ ബൈ.